തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ വി രാജേഷിനും അതുപോലെ തന്നെ കൗൺസിലർമാർക്കും ഒക്കെ ഇന്നലെ പരിക്കേൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടതായിരുന്നു ഒരു സംഘർഷാവസ്ഥ. ഇന്നും അതിന്റെ ആ ഒരു വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അവരൊക്കെ ഹോസ്പിറ്റലിൽ ആശുപത്രികളിൽ അഡ്മിറ്റായി. UDFും LDFും കൈകോർക്കുന്നു. അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഭരണസ്തംഭനമാണ് കോർപ്പറേഷനുള്ളത്. രാജേഷ് രാജിവെക്കേണ്ടി വരുമോ? അല്ലെങ്കിൽ ആ ഒരു ഭരണം മാറുമോ? അല്ല, അത് ഒരു കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ തെറ്റൽ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാനും മനസ്സിലാക്കുന്നത്, കാരണം ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇന്നലെ നടന്നത് മേയറെ തല്ലി മേയറുടെ താഴെ വീണ് അദ്ദേഹത്തിൻ്റെ കാല്. കാലൊടിച്ച് കളയുന്നു. ഉം. അത് CPM മെമ്പർമാരായി ചെയ്തത്. ഉം. അതുപോലെ തന്നെ സിന്ധു എന്ന് പറയുന്നൊരു കൗൺസിലറുണ്ട്, അവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ്. അവർ തല അടിച്ചു പൊട്ടിച്ച് അതിന് ഒരു 15ഓളം പേർക്ക് ഇന്നലെ അവിടെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഉം. ഇങ്ങനെ പരിക്ക് പറ്റിയതിനകത്തൊരു വലിയ വാർത്തയല്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതാണ് കേരളം. ഈ കേരളത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുക. കാരണം ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ ആകപ്പെടെ ഇപ്പോൾ മേയർമാർ, തിരുവനന്തപുരത്ത് മേയറുണ്ട്, കൊല്ലത്ത് മേയറുണ്ട്, എറണാകുളത്ത് മേയറുണ്ട്, ആലപ്പുഴയുണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്. ഉം. ഈ പറയുന്ന മേയർമാരിൽ എല്ലാം അറിയപ്പെടുന്ന ഒരു മേയർ ആരാ ഉള്ളത്? ഒറ്റ മേയറുള്ളൂ, അത് തിരുവനന്തപുരം മേയർ മാത്രമാണ്. ബാക്കിയുള്ള മേയർമാർ, ഇപ്പം കണ്ണൂരിൻ്റെ മേയറുടെ പേരെന്താണെന്നറിയാമോ? അറിഞ്ഞൂടാ. കോഴിക്കോട് മേയറുടെ പേര് എനിക്കറിയില്ല. തൃശ്ശൂർ മേയറെ കുറിച്ച് യാതൊരു നിശ്ചയവും ഇല്ല. എറണാകുളത്ത് മേയർ ഉണ്ടെന്ന് പറയുന്നു എന്നുള്ളതല്ലാണ്ട് അത് വല്ലപ്പോഴും ആ ദീപ്തി മേരി വർഗീസ് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ കൊട്ടയിൽ കയറിയ ആളാണ്, നമ്മുടെ ലത്തിങ്കത്തോലിക്ക സഭയുടെ കോട്ടയിൽ കയറിയിട്ടുള്ള ആള്. അതല്ലാതെ കണ്ട് ഈ പറയുന്ന മേയർമാരെ അറിയാൻ പറ്റുന്നില്ല. കൊല്ലത്തെ മേയറെ കുറിച്ച് അറിഞ്ഞൂടാ. തിരുവനന്തപുരത്തെ മേയറെ കുറിച്ച് എല്ലാവർക്കും അറിയാം. കാരണം തിരുവനന്തപുരത്തെ മേയർ എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് ഇടപെടുന്നു. KSRTC ബസ്സിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു. ആ ബസ്സുകൾ അവിടെ പാർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഇടപെട്ടിരുന്നു. അത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമാണെന്നുള്ള കാര്യത്തിൽ ഇടപെട്ടിരുന്നു. അവിടെ പട്ടിയുടെ പ്രശ്നം വന്ന സമയത്ത് ഇടപെട്ടിരുന്നു. ഈ പട്ടികളെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ ഇടപെട്ടിരുന്നു. അവിടെയുള്ള വെള്ളക്കെട്ടിനെ സംബന്ധിച്ച് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇടപെട്ടിരുന്നു. രാത്രി 11 മണിയിലേക്ക് ഓഫീസിലുണ്ടാവുന്ന ഒരു മേയർ ദീർഘകാലങ്ങൾക്ക് ശേഷം ഇന്നവിടെ തിരുവനന്തപുരത്ത് വന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയൊക്കെയുള്ളൊരു മേയർ രാജേഷിൻ്റെ സംഘമോ അവിടെ ഭരിക്കേണ്ടെന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ ആ തീരുമാനമാണ് ശരി. കേരളത്തെ സംബന്ധിച്ച് എങ്ങനെ തെറ്റാവുക? അത്രയും വികസനം കേരളത്തിൽ പാടില്ല. ഞാനിപ്പോൾ ഒരു പുസ്തകം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സർ CP രാമസ്വാമിയെ കുറിച്ചാണ്. സർ CP രാമസ്വാമിയർക്കെതിരായിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എതിരായത്, എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് നേതൃത്വം എതിരായത്, അതിന് പ്രത്യേകമായിട്ടുള്ള കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഏകദേശം ഒരു 10-18 പുസ്തകം അതുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ചിരുന്നു. കേരളത്തിന് തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ 11 വർഷക്കാലം കൊണ്ട് 36 വൻകിട സ്ഥാപനങ്ങൾ ആരംഭിച്ചത് സർ CP രാമസ്വാമി അയ്യരാണ്. 1957 EMSന്റെ മന്ത്രിസഭ കൊണ്ടുവന്നിട്ടുള്ള വിദ്യാഭ്യാസ ബില്ലുണ്ട്. ആ ബില്ല് 12 കൊല്ലങ്ങൾക്ക് മുമ്പായിട്ട് തിരുവിതാംകൂർ കൊണ്ടുവന്ന് സർ CP രാമസ്വാമി അയ്യരാ. അപ്പൊ അങ്ങനെയുള്ള നിരവധി വികസന കാര്യങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് സർ CP രാമസ്വാമി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ്, നിങ്ങൾ വിദേശത്തുള്ള ആളുകൾ അവർ പണം ഇന്ത്യയിൽ നിക്ഷേപിക്കണം, അത് തിരുവിതാംകൂറിൽ നിക്ഷേപിക്കണം, ഇവിടെ വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കണം. ഇത് പറയുന്ന സമയത്ത് ഇപ്പൊ സർ CP ഭരിക്കുന്ന കാലത്ത് ആലപ്പുഴയിലെ പുന്നപ്രവേല സമരം നടന്ന സ്ഥലം ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന കുടിൽ വ്യവസായങ്ങളുടെ എണ്ണം എത്രയെന്നറിയാമോ? 40,000 ആണ്. ഈ 40,000 കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച് പൂട്ടിച്ചില്ലേ? കോൺഗ്രസ്സുകാരും ഭരിച്ച് പൂട്ടിച്ചില്ലേ? ഇങ്ങനെ പൂട്ടിക്കത്തക്ക രീതിയിൽ അവർക്ക് ഈ പറയുന്ന വ്യവസായങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വ്യവസായങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള സർ CP ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ തിരുവനന്തപുരത്തിന്റെ വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വി രാജേഷിന് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഈ രാജേഷിനെ പുറത്താക്കണം. അതിനുവേണ്ടി ഇവർ ആദ്യം എന്ത് ചെയ്തു? സൂതന്റെ പേര് കേസെടുത്ത്. സൂതന്റെ പേരിൽ എന്ത് കേസെടുത്ത്? കാപ്പ കേസൊക്കെ എടുത്തു. എന്താ കാരണം? ഈ ഗുണ്ടകളായിരിക്കുന്ന പോലീസുകാരെ അവിടെ ഇറക്കിയത്. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട്, അയാളുടെ പേര് വിപിൻ എന്നാണ്. അയാൾ ചെന്നിട്ട് അവിടെ നിന്ന് പോലീസ് മുകളിലേക്ക് വെടിവെച്ചിട്ടാണ് ഇയാള് സൂതനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ തരത്തിൽ വിവരക്കേട് കാണിക്കുന്ന, സഖാവായിരിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുമട് താങ്ങിയായിരിക്കുന്ന ഒരാൾ സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുക? അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അതിൻ്റെ പേരിൽ സൂതനെ കാപ്പയുമത്തുന്നു. അയാൾ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ ബാക്കിയുള്ള ചില ആളുകൾ, ഇപ്പം എനിക്ക് അവിടെ കൗൺസിലേഴ്സിൻ്റെ സത്യപ്രതിജ്ഞയെ കുറിച്ചിട്ട് എനിക്ക് അഭിപ്രായമൊന്നുമില്ല കേട്ടോ. ഇവരെല്ലാവരും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. ബാക്കി ആരെങ്കിലും ഏതെങ്കിലും ദേവിയുടെ പേരിലോ ദേവന്റെ പേരിലോ പ്രാദേശിക നാമത്തിലോ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സത്യപ്രതിജ്ഞ ഞാൻ വിളിക്കുന്ന പേര് വിവരക്കേടെന്നാണ് വിളിക്കുക. അപ്പൊ അതിന് ഏറ്റവും മാന്യമായ,
ഏറ്റവും മിനിമം ശിക്ഷയാണ് കോടതി അവർക്ക് കൊടുത്തത്. പക്ഷെ ആ കോടതി കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഈ പറയുന്ന മാതിരി മെക്കെട്ട് കയറാനുള്ള അധികാരമൊന്നും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൊടുത്തിട്ടില്ല. തീർച്ചയായും. ഇന്നിപ്പോ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ തമ്മിൽ സഖ്യമാണ്. അല്ല, ഇപ്പോൾ യുഡിഎഫ് ആണ് ഈ ഒരു ഭരണസ്തംഭനം മൂലം അല്ലെങ്കിൽ അത് സംബന്ധിച്ച് കുറച്ചുകൂടെ സമരം ശക്തമാക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ അറിയിച്ചിരിക്കുന്ന കാര്യമാണ് എൽഡിഎഫുമായി ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കും, വി രാജേഷിനെ ഇവിടുന്ന് തുരത്തും എന്ന് തന്നെയാണ് അല്ല, അത് അവർ പറഞ്ഞിട്ടുള്ളത്. കൊണ്ടുവരേണ്ടതാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം കോൺഗ്രസിന്റെ നയപരിപാടികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയപരിപാടികളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, യാതൊരു വ്യത്യാസവും ഇല്ല. രണ്ടുപേരും ഒറ്റ ടാർഗറ്റേ ഉള്ളൂ, പരമാവധി തിരുവനന്തപുരത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണം, അവരെ സാമ്പത്തികമായിട്ട് പരാധീനതയിലാക്കണം, അവരെ കുടിവെള്ളക്ഷാമത്തിൽ ബുദ്ധിമുട്ടിക്കണം, അവിടെ വെള്ളക്കെട്ടുണ്ടാക്കണം, അവിടെ വ്യവസായ സ്ഥാപനങ്ങൾ തകരണം, അവിടുത്തെ KSRTC കൃത്യമായിട്ട് ഓടാൻ പാടില്ല. ഇതൊരു നയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. ഇതേ നയം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊന്ന് ആലോചിച്ച് നോക്ക്. കമ്മ്യൂണിസ്റ്റുകാർ കൂടുതലുണ്ടായിരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ? റഷ്യ, ചൈന, റുമാനിയ, പോളണ്ട്. അവിടേക്ക് എന്താ സംഭവിച്ചത്? ആളുകളെ പട്ടിണിക്കിട്ട് കൊന്നു ഇവര്. ഇവർ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി ആർട്ടിഫിഷ്യൽ സ്റ്റാർവേഷൻ ഉണ്ടാക്കി 5.5 കോടി ജനങ്ങളെയാണ് ഇവര് ചൈനയിൽ കൊന്നത്. എത്ര ആള്? ഇവർ 2 കോടി ജനങ്ങളെയാണ് ഇവര് റഷ്യയിൽ സ്റ്റാലിൻ കൊന്നത്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ചരിത്രമുണ്ട്. കേരളത്തിന്റെ ചരിത്രം ഞാൻ എന്ന് പറയാം. 957 EMS ഭരിക്കുന്ന കാലത്താണ് കേരളത്തിൽ ആളുകൾക്ക് അരി കൊടുക്കാൻ പറ്റാണ്ട് മക്രോണി കൊടുത്തിട്ടുള്ള ആളെ EMS. അയാളുടെ മന്ത്രിസഭയിൽ മറ്റേ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്നു ജോർജ്. എന്താ ജോർജിന് ഇയാളൊരു ഇരട്ടപ്പേരിട്ടു, മക്രോണി ജോർജ്. അയാൾക്ക് അരി കൊടുക്കാതിരുന്ന ആളാണ്. 967 ഭരണവും സമരവും EMS കൊണ്ടുവന്ന് കൊണ്ടുവന്നതിൻ്റെ പേരിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ പട്ടിണിയായി. ആ പട്ടിണി മൂലം റേഷൻ കടയിൽ നിന്ന് അരി കിട്ടാനില്ലാണ്ടായി. ഒരു വീടുകളിൽ പോലും ഒരു വീട്ടില് പരമാവധി ഒരാഴ്ച കൊടുത്തതിന് 2 കിലോ അരിയാണ്. ആ അരി വെച്ചിട്ട് എങ്ങനെ വീട്ടുകാർ ജീവിക്കുക? കടുത്ത പട്ടിണി. ചോളമാണ് കേരളത്തിൽ ഇറക്കുമതി ചെയ്തത്. ചോളപ്പൊടി കൊടുത്ത് പോലീസ് സ്റ്റേഷൻ വഴിക്കാണ്. അതൊരിക്കലും ഒരു റേഷൻ കട വഴിക്ക് വിതരണം ചെയ്യാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് കേരളത്തെ തള്ളിവിട്ട ആളുടെ പേരാണ് ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞ ഏലംകുളത്ത് മനിക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിന്റെ ഭരണകാലത്താ. അന്നത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രിമാരുടെയൊക്കെ ഒന്ന് ചരിത്രം എടുത്തുനിന്ന് പരിശോധിച്ചാൽ മതി, ജോർജിനും മറ്റു കൂട്ടരുടെയൊക്കെ. ഈ തരത്തിൽപ്പെട്ട ഒരു ഭരണമാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഈ ഭരണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവർ സഖ്യം ആവശ്യമാണ്. ഇന്ന് തിരുവനന്തപുരത്ത് ഒരു അവിടുത്തെ കോർപ്പറേഷനിൽ ഒരു മേയറുണ്ട്. ഒരു കരുത്തനായിട്ടുള്ള മേയറാണ്, ഒരു കഴിവുള്ള മേയറാണ്, കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനാണ്, സമയം കൊടുക്കുന്ന ആളാണ്. അത്ര മേയർ ആവശ്യമില്ല. അവർക്ക് ആവശ്യം എന്താ? ഇടതുപക്ഷത്തിന് ആവശ്യം എന്താ? ഇനി മറ്റേ പെങ്കുച്ചിന്റെ പേരെന്താ? ആര്യ രാജേന്ദ്രൻ. ആര്യ രാജേന്ദ്രൻ യാതൊരു വിവരമില്ലാത്തൊരു സാധനം. KSRTC ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ കൊണ്ടുപോയിട്ട് വണ്ടി ഇട്ടിട്ട് അതിനെ ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒരാള്. ഒരു എന്താ പറയുന്ന ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് അവിടെ കോർപ്പറേഷന്റെ മേയറുടെ കസേരയിൽ കയറി ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ആനാവൂർ നാഗപ്പനോട് ചോദിക്കുകയാണ്, എത്ര സഖാക്കന്മാരെയാണെന്ന് കൂടെ തൊഴിലെടുക്കേണ്ടത് എന്ന് ചോദിച്ച് കത്ത് കൊടുക്കുന്ന വിവരമില്ലാത്ത, പ്രായം കുറഞ്ഞ, വിദ്യാഭ്യാസം കുറഞ്ഞ ഒരു സ്ത്രീയെ മേയറാക്കി വെച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നശിപ്പിക്കലായിരുന്നു അവരുടെ ടാർഗറ്റ്. എന്ന് വെച്ചാൽ വിവരക്കേടുകളാണ് പലപ്പോഴും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി വിനിയോഗിച്ചിരുന്ന. അങ്ങനെയാണ്. അങ്ങനെ വിനിയോഗിക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്നുള്ള മാറ്റമാണ് വി രാജേഷിന്റെ ഭരണം. രാജേഷ് അങ്ങനെയല്ല. രാജേഷ് കരുത്തനാണ്. രാജേഷ് സമയം കൊടുക്കുന്നുണ്ട്. രാജേഷ് ഏത് കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. രാജേഷ് ജനങ്ങളുടെ കൂടെയാണ്. അപ്പം അങ്ങനെ ജനങ്ങളുടെ കൂടെ ജനങ്ങളുടെ വികാസത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നൊരു മേയർ വേണ്ടെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. അതാണ് കമ്മ്യൂണിസ്റ്റ് നയം. അത് തീരുമാനിക്കാൻ അധികാരം കോൺഗ്രസിനുണ്ട്. അതാണ് കോൺഗ്രസിന്റെ നയം. ഈ പറയുന്ന പ്രസ്ഥാനങ്ങൾ തമ്മിൽ സഖ്യം വേണം. അത് പ്രത്യേകിച്ച് ഇന്നൊക്കെ വരുന്ന എന്തുകൊണ്ടും നല്ലതാ. അടിയന്തരാവസ്ഥയുടെ 51-ാം വർഷമാണെന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ ദിവസങ്ങളാണത്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത ദിവസമാണത്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ തന്നെ സത്യത്തിൽ ഇവർ തമ്മിൽ സഖ്യത്തിൽ വരണം. ഇവർ അവിശ്വാസ പ്രമേയം കൊണ്ടുവരണം. ഇവർ വി രാജേഷിനെ പുറത്താക്കണം. ഇതിനൊക്കെ ഇവർക്ക് അവകാശമുണ്ട്. ഇവർ ജനങ്ങൾക്കെതിരാണെന്നുള്ളതാണ് വസ്തുത. ആ ജനങ്ങൾക്കെതിരാണെന്നുള്ള വസ്തുത ജനങ്ങൾ എന്നറിയുന്നു എന്നുള്ളതാണ് പ്രശ്നം. ജനങ്ങൾ അറിഞ്ഞാൽ ജനങ്ങൾക്ക് ജീവിക്കാം. ജനങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ ജനങ്ങളുടെ അടിയന്തരം നടത്തുന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അവർ കഴിഞ്ഞൊരു 10-60 കൊല്ലത്ത് കേരളത്തിന്റെ ഭരണം ഒന്ന് എടുത്തു നോക്ക്. കേരളത്തിന്റെ എന്ത് വികസനമാണ് സർ CP രാമസ്വാമി അയ്യർ കൊണ്ടുവരാത്ത എന്ത് വികസനമാണ് തിരുവിതാംകൂറിൽ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം തുടങ്ങിയിരിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചു പൊട്ടിച്ചതാരാ? അത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ. ഇതിന് എത്രയോ തെളിവുകളുണ്ട്, നിരവധി തെളിവുകളുണ്ട്. ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ മാത്രം പറഞ്ഞാലേ,
ഈ കേരളത്തിൻ്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സെൻട്രൽ മീഡിയൻ റോഡ് ഉണ്ടാക്കിയത് ഇവിടെ ഏലൂരിലാണ്. FACT കമ്പനിയുടെ ഭാഗമായിട്ടാണ്. പുതിയ റോഡ് അത് സർസിപിയുടെ ഭരണപരിഷ്കാരത്തിൻ്റെ ഭാഗമാണ്. എവിടെയാണ് കോൺഗ്രസ് ഇവിടെ എന്താ ചെയ്തത്? SRCP ഒരു സാധനം കൊണ്ടുവന്ന് വളരെ വർഷങ്ങൾ കഴിഞ്ഞാലാണ് ഇവരെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. അപ്പം അത്തരം കോൺഗ്രസ്സുകാരൻ്റെയും കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും നയങ്ങൾ രാജ്യവിരുദ്ധമാണ്. ഈ രാജ്യവിരുദ്ധ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ആളല്ല രാജേഷ് എങ്കിൽ ആ രാജേഷ് ഇവിടെ തുടരാനുള്ള അധികാരമില്ല എന്ന് തന്നെയാണ് എൻ്റെ അനുമാനം. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.